പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി മഹാക്ഷേത്ര ഉത്സവം തടസ്സപ്പെടുത്താൻ CPM നീക്കം നടക്കുന്നതായി ആരോപണം. ക്ഷേത്രകാര്യങ്ങളിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM നേരിട്ട് ഇടപെട്ട് ക്ഷേത്ര നടത്തിപ്പിനെതിരായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഭക്തരുടെ ആരോപണം. മുൻ വർഷങ്ങളിലും ഉത്സവം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമിച്ചിരുന്നുവെന്നും പരാതിയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം. കരക്കാരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ 4ാം ഉത്സവം മുതലുള്ള നടത്തിപ്പ്. ക്ഷേത്രകാര്യങ്ങളിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM പ്രാദേശിക നേതൃത്വം നേരിട്ടിടപെട്ട് ക്ഷേത്ര നടത്തിപ്പിന് എതിരായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഭക്തരുടെ ആരോപണം. 2023 ഉത്സവകാലത്ത് ക്ഷേത്ര പരിസരത്ത് പാർട്ടി കൊടികെട്ടാൻ ശ്രമം നടന്നിരുന്നു. ഭക്തർ ഇടപെട്ട് ഇത് തടഞ്ഞു. ഇതിനുശേഷം CPM പ്രാദേശിക നേതൃത്വം വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്നു എന്നാണ് ആരോപണം. കരപ്രതിനിധികളെ ഉൾപ്പെടുത്തി ക്ഷേത്രോത്സവം നടത്തുന്നതിനെതിരെ ദേവസ്വം കമ്മീഷണർക്ക് അടിസ്ഥാനരഹിതമായ പരാതികൾ നിരന്തരം CPM ഇടപെടലിലൂടെ നൽകുന്നു. ദേവസ്വം ജീവനക്കാരെ കൊണ്ട് ഭക്തർക്കെതിരെ വ്യാജ പരാതികൾ നൽകിക്കുന്നു എന്നും ഭക്തരുടെ ആരോപണം. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് CPMന്റെ പ്രാദേശിക നേതൃത്വത്തിലുള്ള പാർട്ടിക്കാർ ഉത്സവം തടസ്സപ്പെടുത്തുന്നതിനും അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും വളരെ കരുതിക്കൂട്ടി ചില പ്ലാനുകൾ ചെയ്യുന്നതാണ്. 2023 കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം കൊടിയേറ്റ് ദിവസം തന്നെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR ബൈജുവിൻ്റെ നേതൃത്വത്തിൽ ഇതര മതസ്ഥരെ കൂട്ടിക്കൊണ്ടുവന്ന് ഓമല്ലൂർ ക്ഷേത്രത്തിൽ ഉള്ളിലും പരിസര പ്രദേശത്തും DYFIയുടെ കൊടി കെട്ടണം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയുണ്ടായി. അന്ന് അതൊരു വർഗീയ കലാപമായി മാറ്റാനുള്ള ശ്രമം നടന്നെങ്കിലും ഓമല്ലൂർ പ്രദേശത്തെ എല്ലാ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ സഹോദരന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ അതിനെ പരിഹരിക്കപ്പെടുകയുണ്ടായി. ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെയും ക്ഷേത്ര നടത്തിപ്പിനെതിരെയും CPM ഇടപെടലുകൾ നടക്കുന്നതിനെതിരെ ഭക്തജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. ജനം, പത്തനംതിട്ട.